വെൽക്കം ടു JPM ട്യൂട്ടോറിയൽ. കേരള സ്റ്റേറ്റ് സിലബസ് ഗ്രേഡ് 10th മാത്തമാറ്റിക്സിലെ 5th ചാപ്റ്ററായ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ആംഗിൾസ് ആൻഡ് സൈഡ്സ്, കോണുകളും വശങ്ങളും എന്നുള്ള ടോപ്പിക്കിന്റെ കീഴിൽ വരുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. പേജ് നമ്പർ 103, ക്വസ്റ്റ്യൻ നമ്പർ 2. In each of the following parallelograms, find the distance between the top and bottom side. Calculate the area of each parallelogram. ചുവടെ കാണിച്ചിരിക്കുന്ന സാമാന്തരികങ്ങൾ ഓരോന്നിലും താഴത്തെയും മുകളിലത്തെയും വശങ്ങൾ തമ്മിലുള്ള അകലം കണക്കാക്കുക. ഓരോന്നിന്റെയും പരപ്പളവും കണക്കാക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് പാരലലോഗ്രാം അഥവാ സാമാന്തരികങ്ങൾ തന്നിട്ടുണ്ട്. അവയുടെ മുകളിലത്തെ സൈഡും താഴത്തെ സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസും ഏരിയ അഥവാ പരപ്പളവുമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ പാരലലോഗ്രാമിന് പേര് കൊടുക്കാം ABCD. ദെൻ ഈ മുകളിലത്തെ വശത്തുനിന്ന് താഴത്തെ വശത്തേക്കുള്ള ലംബ ദൂരം എന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് ആണ്. ഈ പോയിന്റ് നമുക്ക് E എന്ന് കൊടുക്കാം. ദെൻ നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് AE is equal to what? അതായത് ഈ മുകളിലത്തെ സൈഡിൽ നിന്ന് താഴത്തെ സൈഡിലേക്കുള്ള ലംബ ദൂരം. ദെൻ ഏരിയ ഓഫ് ദി പാരലലോഗ്രാം is equal to ഏരിയ ഓഫ് ദി പാരലലോഗ്രാം അഥവാ ഒരു സാമാന്തരികത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് ഇൻറ്റു ഈ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതായത് ഈ DC എന്ന് പറയുന്നത് ലെങ്ത് L ആണെന്നുണ്ടെങ്കിൽ ഈ AE എന്ന് പറയുന്നത് H ആണെന്നുണ്ടെങ്കിൽ ഈ സാമാന്തരികത്തിന്റെ അഥവാ പാരലലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത് L ഇൻറ്റു H is equal to L എന്ന് പറയുന്നത് DC ഇൻറ്റു AE. ഇവിടെ DC നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. DC ഇസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. സോ നമുക്ക് AE കണ്ടുപിടിക്കണം. അതായത് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. ദെൻ ഈ ഏരിയ ഓഫ് ദി പാരലലോഗ്രാമും കണ്ടുപിടിക്കണം. ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ട്രയാങ്കിൾ DAE, ഇതിൽ 90 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് നമുക്ക് 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ സൈഡ്സുകളുടെ റേഷ്യോ എന്ന് നമുക്ക് ഈ ഹൈറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? ആംഗിൾ DAE എന്താന്ന് കണ്ടുപിടിക്കണം. സോ കൺസിഡർ ട്രയാംഗിൾ DAE. ആംഗിൾ DAE is equal to 180 ഡിഗ്രി മൈനസ് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിന്ന് 45ന്റെയും 90യുടെയും സമ്മ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടും. സോ മൈനസ് 45 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി. സോ ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി 135 ഡിഗ്രി. സോ ഈക്വൽ ടു 180 മൈനസ് 135 45. സോ 45 ഡിഗ്രി എന്ന് കിട്ടും ആംഗിൾ DAE. ഇപ്പൊ നമുക്ക് ആംഗിൾസിന്റെ വാല്യൂ 45 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു മട്ട ത്രികോണം അഥവാ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ കിട്ടി. സോ അതിന്റെ സൈഡ്സുകളുടെ റേഷ്യോ നമുക്ക് അറിയുന്നതാണ്. അതായത് ആംഗിൾസ് 45 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡ്സുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 1:1:√2. അതായത് 45 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് X ആണെന്നുണ്ടെങ്കിൽ ഈ 45 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും X ആയിരിക്കും. ദെൻ ഈ 90 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് √2x ആയിരിക്കും. സോ ഇവിടെ ഈ 90 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതായത് AD ഇസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ സൈഡ് ഓപ്പോസിറ്റ് ടു 90 ഡിഗ്രി ആംഗിൾ ഇസ് ഈക്വൽ ടു AD. സോറി, ഇത് AD ആണ്. AD is equal to √2x is equal to 2 centimeter.
സോ എക്സ് ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ ഈ റൂട്ട് 2നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവിഷനായി മാറും. സോ ഈക്വൽ ടു 2നെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാം. സോ ഡിവൈഡഡ് ബൈ റൂട്ട് 2 ക്യാൻസൽ ചെയ്യും. ദെൻ റൂട്ട് 2 എന്നായിരിക്കും നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടുന്നത്. അതായത് 45 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എക്സ് ആണ്. സോ ഈ 45 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് റൂട്ട് 2 ആയിരിക്കും. ഈ 45 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും റൂട്ട് 2 ആയിരിക്കും. സോ നമുക്ക് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ഈ മുകളിലത്തെ സൈഡും താഴത്തെ സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് റൂട്ട് 2 സെന്റിമീറ്റർ ആണ് കിട്ടി. സോ AE is equal to x is equal to root 2 centimeter. ദെൻ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പാരലലോഗ്രാമിന്റെ അഥവാ സാമാന്തരികത്തിന്റെ പരപ്പളവാണ്. സോ ഏരിയ ഓഫ് പാരലലോഗ്രാം ഇസ് ഈക്വൽ ടു L ഇൻറ്റു എച്ച്, അതായത് ഡി സിയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണ്. സോ 4 ഇൻറ്റു AE നമുക്ക് കിട്ടി റൂട്ട് 2. So equal to 4 root 2 centimeter square. സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഈ മുകളിലത്തെ സൈഡും താഴത്തെ സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു. അത് നമുക്ക് കിട്ടി AE. ഓക്കെ, റൂട്ട് 2 സെന്റിമീറ്റർ എന്ന് കിട്ടി. ദെൻ ഈ ഏരിയ ഓഫ് ദി പാരലലോഗ്രാം അഥവാ സാമാന്തരികത്തിന്റെ പരപ്പളവും നമുക്ക് കിട്ടി 4 root 2 centimeter square. So therefore distance between the top and bottom side is equal to root 2 centimeter. അഥവാ മുകളിലത്തെ വശവും താഴത്തെ വശവും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് റൂട്ട് 2 സെന്റിമീറ്റർ. ദെൻ ഏരിയ ഓഫ് ദി പാരലലോഗ്രാം ഇസ് ഈക്വൽ ടു 4 root 2 centimeter സ്ക്വയർ. അഥവാ സാമാന്തരികത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 4 root 2 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ഈ പാരലലോഗ്രാമിന്റെ കേസിലും ഇതിന്റെ മുകളിലത്തെ സൈഡും താഴത്തെ സൈഡും തമ്മിലുള്ള അകലവും ഇതിന്റെ ഏരിയയും കണ്ടുപിടിക്കണം. സോ നമുക്ക് പേര് കൊടുക്കാം. ABCD പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ലെങ്ത് AE, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഈ പാരലലോഗ്രാമിന്റെ കേസിലും കണ്ടുപിടിക്കേണ്ടത് AE, ദെൻ ഏരിയ ഓഫ് ദി പാരലലോഗ്രാം അഥവാ ഈ സാമാന്തരികത്തിന്റെ പരപ്പളവ് അതെന്ന് പറയുന്നത് ഈ ലെങ്ത് DC ഇൻറ്റു AE. DC നമുക്ക് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AE. സോ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾ DAE, കൺസിഡർ ട്രയാങ്കിൾ DAE, ആംഗിൾ DAE is equal to 180 ഡിഗ്രി മൈനസ് 60 പ്ലസ് 90, 60 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി. സോ ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 60 പ്ലസ് 90 എന്ന് പറയുന്നത് 150 ഡിഗ്രി. സോ ഈക്വൽ ടു 30 ഡിഗ്രി. സോ ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് കിട്ടി. സോ നമുക്ക് കിട്ടിയിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എന്ന് പറയുന്നത് 30 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. 30 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് DE, 60 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് AE, ദെൻ 90 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് AD. ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2. അതായത് 30 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് X യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ 60 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് √3x ആയിരിക്കും. 90 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് 2x ആയിരിക്കും. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ADയുടെ വാല്യൂ 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതായത് ഈ ലെങ്ത് ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതായത് 2x ഇസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. അതായത് 90 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സൈഡ് ഓപ്പോസിറ്റ് ടു 90 ഡിഗ്രി ആംഗിൾ ഇസ് ഈക്വൽ ടു 2x ഇസ് ഈക്വൽ ടു 2. സോ x ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ ഈ 2നെ റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആയി മാറും. സോ ഈക്വൽ ടു 1. സോ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. 60 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് AE ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ AE ഇസ് ഈക്വൽ ടു
side opposite to 60-degree angle. So equal to root 3x. Root 3 into x is equal to root 3 into x in the value 1. So equal to root 3. So 60-degree angle no opposite ആയിട്ടുള്ള side A is equal to root 3 centimeter എന്ന് കിട്ടി. Then ഇനി നമുക്ക് കാണേണ്ടത് ഈ പാരലലോഗ്രാമിന്റെ അഥവാ സാമാന്തരികത്തിന്റെ പരപ്പളവാണ്. സോ ഏരിയ ഇസ് ഈക്വൽ ടു DC ഇൻറ്റു AE. DCയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4 ഇൻറ്റു AEയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു root 3. സോ ഈക്വൽ ടു 4 root 3 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഈ കേസിൽ നമുക്ക് മുകളിലത്തെ സൈഡും താഴത്തെ സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് root 3 സെന്റിമീറ്ററും കിട്ടി. ദെൻ ഏരിയ എന്ന് പറയുന്നത് 4 root 3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക്